രാജു, നീ അറിഞ്ഞോ? മറ്റേ റാണി വിളിച്ചോടി പോയതല്ലേ? ഇന്നലെ തന്നെ അറിഞ്ഞു. അതല്ല, നമ്മുടെ ശോശാപ്പ ചേച്ചി 49ാമത്തെ വയസ്സിൽ പ്രസവിച്ചല്ലേ? അത് പറഞ്ഞു. എടാ പരദൂഷണമേ, അതല്ല, നമ്മുടെ ഷാനു ഇല്ലേ? ഷാനുവിനെ തെറ്റി പേടിമൂത്ത് വട്ടായി. ഇടിമൂലയിലെ നല്ല അങ്ക. ഉള്ള പിരി വെട്ടിയെന്നാ തോന്നുന്നു. ബെസ്റ്റ് ഇവനും മുഴുപ്രാന്തായല്ല ഇവര്. അതേ, എനിക്ക് പച്ചമാവിനെ കൊത്തിയാവണ വാങ്ങിത്തരോ കേട്ടാ. അയ്യേ, എന്താ ഇത്? ഇവനെന്ത് കാണിക്കണവൻ? മറ്റേ തത്തമ്മച്ചുണ്ടൻ ഒരു ദിവസം ഞാൻ ഉമ്മച്ച് കിടക്കള്ള ഒന്ന് പോയ മറന്നു കള്ളൻ. ഗർഭിണിയെ കണ്ട ആരാന്നറിയാമോ? അനൂപെ പണി പാളിന്നോണ്. നീ ഒരു വണ്ടി വിളിച്ചേ, നമുക്ക് സണ്ണി ഡോക്ടർ എടുത്തുണ്ടോ? അയാള് ഏത് പ്രേതവാദം ഒഴിപ്പിക്കും. എനിക്ക് ഒന്നും കാലം പോണൊരു പോക്കെ. ഇപ്പൊ ആണുങ്ങളും പ്രസവിക്കാൻ തുടങ്ങി. നമ്മളെത്തി ഡോക്ടറെ കാണിക്കാം. ഷാനു ഒന്ന് അടങ്ങ്. ഡോക്ടർ കണ്ട ഉടനെ പ്രസവിക്കാലോ. ഡോക്ടറെ വിളിക്ക്. എന്റെ വയറ്റിന് ക്ഷമിച്ചാണ്. എനിക്ക് അവരെ പുറത്തെടുത്ത് താരാട്ട് മാറണം. ഇപ്പൊ പുറത്തെടുക്ക. ഒന്ന് സമാധാനിക്ക് ഷാനു. വാ. ആരാ? ഡോക്ടറല്ലേ? ഉണ്ടല്ലോ. ഡോക്ടറെ, ഡോക്ടറിന്റെ അപ്പന്റെ അപ്പനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഡോക്ടറിനെ അപ്പന്റെ അപ്പനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ആത്മാക്കൾ തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവനിത് എന്ത് പറ്റിയാണ്? എനിക്ക് പ്രസവിക്കണം. ഇവിടെ വന്നോർക്കും ഭ്രാന്താണ്, അകത്തിരിക്കുന്ന ഡോക്ടർക്കും ഭ്രാന്താണ്. ഇവരുടെ നടുക്കിരിക്കണ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പന്റെ അപ്പൂപ്പന്റെ അപ്പ പ്രേതമേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 500 പറഞ്ഞല്ലേ കൊയ്ത് കേൾക്കണ കണ്ടോ? നീ അപഹരിച്ചു വെച്ചേക്കണത് അറിയോ? ആ കണ്ട നികത്തിയല്ലേ 5 നില കെട്ടിടം വെച്ചിരിക്കുന്നത്. എടവേ, തലമുറകള് പറഞ്ഞ് നിന്റെ കയ്യിലായിപ്പാ കെട്ടിടം. എന്റെ കൊച്ചുമോനാ നീ അതിന്റെ അവകാശം കൊടുത്തില്ലെങ്കിൽ എന്റെ തനിക്കോണം നീ കാണും. ബന്ധിക്കും, മണിച്ചിത്രത്തായിട്ട് ബന്ധിക്കും. ആത്മാവായിട്ടും ആക്രാന്തം മാറിയില്ലല്ലേ? പൂട്ടും ഞാൻ. ഞൊട്ടും നീ. നിന്റെ കെട്ടിടം ഞങ്ങൾ തറ പറ്റിക്കും. കളവന്മാരെ, നിങ്ങളെ ഞാൻ ആണിയടിച്ച് പൂട്ടും. ഞാൻ ശരിയാക്കി തരാം. ഞാൻ കാണിച്ചു തരാം. കാരണന്മാരില്ലേ എന്ന് പറഞ്ഞ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ തലേ കയറിയിരുന്ന് ഭരതനാട്യം കളിക്കണം. നീ ഇങ്ങോട്ട് മാറിയില്ല. നീ ഇങ്ങോട്ട് മാറിയില്ല. ഇവനെ കഞ്ചാവ് പിടിച്ച് തൂങ്ങിച്ചത്ത് വന്നേക്കാണ്. കടന്ന് കോഴിക്കോടന്റെ മുമ്പിൽ നിന്ന്. അയ്യോ അയ്യോ അയ്യോ. ഞാൻ ഗർഭിണിയാ ഡോക്ടർ. അതെ ഡോക്ടർ, ഐ ആം പ്രഗ്നന്റ്. എന്റെ വയറ്റിൽ സംശയമുണ്ട്. എന്നെ ഒന്ന് സിസേറിയൻ ചെയ്യൂ പ്ലീസ് ഡോക്ടർ. എന്നെ ഒന്ന് സിസേറിയൻ ചെയ്യൂ. ഡോക്ടർ, മുറ്റ ചങ്ങാതി ഷംസീർ മരിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. ഷംസീർ ഷാനുവിന്റെ കൂടെ തന്നെയുണ്ട്. വെരി ഗുഡ്. ആത്മാക്കളെ കാണാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്.
പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം ഒരു സിക്സ്ത് സെൻസ് പ്രവർത്തിക്കുന്നു. സാധാരണ കാഴ്ചക്കപ്പുറം പല കാഴ്ചകളും നമുക്ക് മുന്നിൽ തെളിയിക്കും. ഡോക്ടർ സണ്ണിക്കുട്ടൻ, ഇത് ഭ്രമമാണ്. ഭ്രമല്ല, ഭ്രമരം. മോഹൻലാലിനോടല്ലേ? അതല്ല, ഭ്രമം. ഓ, പൃഥ്വിരാജിന്റെ ഭ്രമം. അല്ലല്ലല്ല, എന്നെ തെറ്റിക്കല്ലേ. ഈ ഭ്രമം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, കറക്കം, നീർച്ചുഴി, ബോധക്കേട്. ഒരു നിമിഷം മതി ഇതെല്ലാം മാറ്റിമറിക്കാൻ. പിന്നെ ആത്മാവിനെ കണ്ടപ്പോ ആദ്യം പുറപ്പെടുവിച്ച ശബ്ദം എന്തായിരുന്നു? പേടിക്കണ്ട, ആ തുടക്കമാണ്. ശരിയാകാം. ഇക്ഷ ഇഞ്ഞ അക്ഷരത്തിലൊക്കെ കരഞ്ഞാലോ? അപ്പൊ ചങ്ങലക്കിടാം, ആയോ കുഴിയിലേക്ക് എടുക്കാം. ഓ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങോ പ്ലീസ്, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, പുറത്തു നിന്നുള്ള ശബ്ദം നമ്മളിനി കേൾക്കുന്നില്ല. ആത്മാവിന്റെ ശബ്ദം മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസവിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു ഡോക്ടർ സണ്ണിക്കുട്ട. നിനക്ക് പ്രസവിക്കണം. എനിക്ക് പ്രസവിക്കണ്ട. നിന്നെ പ്രതീക്ഷിച്ചിട്ടേ ഇവന്റെയൊക്കെ വേഷം കെട്ടാണ്. ഇവന് ഒറ്റക്ക് മുറിയിട്ട് കൂട്ടിയിട്ട് പോ. ചുമ്മാ ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ട്രിക്കാണ്. ഇനി അവൻ പ്രസവിക്കണമെന്ന് പറഞ്ഞാല് കെട്ടിപ്പൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അവന്റെ കാര്യം ഞാനേറ്റ്. ഓക്കെ? ശരി ഡോക്ടർ. ഷാനു, ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ധൈര്യമായിരിക്കും. എന്താവശ്യം ഞങ്ങൾ വിളിച്ചാൽ മതി. മനസ്സിലായി ഡോക്ടർ സണ്ണി. ശരി, വരട്ടാ. വരട്ടെ. ഓക്കെ, വാ. ഷാനു, ഷാനു, നീ പേടിക്കണ എന്തിനാണ്? എനിക്ക് നിന്നെ വിട്ട് പോകാനേ തോന്നണില്ല. എപ്പോഴും നിന്റെ കൂടെ നടക്കാൻ ഇഷ്ടം. മരണം നമ്മളെ വേർപിരിച്ചല്ലേ. നിന്നെ കുറിച്ചുള്ള നല്ല ഓർമ്മകളുണ്ട് എനിക്ക്. ആ ഓർമ്മയിൽ ഞാൻ ജീവിച്ചോളാം. ഒന്ന് പോയി താ എന്റെ ഷംസി. ഷാനു, നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ചല്ലേ കഴിഞ്ഞത്. എനിക്ക് എൻ്റെ ശരീരം നഷ്ടപ്പെട്ടെങ്കിലും ഈ ആത്മാവ് നിറയുന്ന നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. ഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ടെങ്കിലും നീ സ്വർഗത്തിൽ കഴിയുന്നത് കാണാനാണ് എനിക്ക് ഇഷ്ടം. നീയും കൂടി ചേർന്നാണ് എൻ്റെ സ്വർഗം. നീ എന്നെ പറഞ്ഞയക്കരുത്, പേടിയോടെ സംസാരിക്കരുത്. എനിക്ക് സഹിക്കാൻ പറ്റുള്ളടാ. നിനക്കും കൂടി ഒരു സ്ഥാനം സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആഹാ, നീ അപ്പൊ എന്നെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണല്ലേ? ഒന്ന് പോടാ പ്രേതമേ. എന്നെ വിട്ട് പോകില്ലടാ ഷാനു, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നിന്നെയും എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇനി പിന്നാലെ വന്ന അള്ളാടെ കോഴിക്കോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കൊണ്ട് നിന്നെ ബന്ധിച്ച് ഇല്ലാതാക്കും ഞാൻ. ഷാനു, ചേട്ടാ ഒരു സർബത്ത്. എനിക്കും വേണം ഒരു സർവത്ത്. ഹോ, ഈ ശല്യം ഇവിടെ വന്നാ എന്തിനാടാ? ഇപ്പൊ ഞാൻ നിനക്കൊരു ശല്യോ ഇല്ലേ? താൻ ആരോടാ സംസാരിക്കുന്നത്? ഷംസീനോട്. എന്റെ കൂട്ടുകാരൻ ഷംസി നിൽക്കണില്ലേ? ഷംസിയാ? മനുഷ്യനെ വടിയാക്കാതെ താൻ പോയെ? ചേട്ടൻ സർബത്ത് തന്നെ ഞാൻ പൊക്കോളാം. ദേ, ഇവനെ സർബത്ത് കൊടുക്കണേ ഇവന്റെ പൈസ മേടിച്ചോളൂ കേട്ടോ. മനുഷ്യന്റെ ആയാലും വിശാചായാലും ഇവിടെ ആർക്കും സർവത്തില്ല. സർബത്ത് എന്നല്ലെങ്കിൽ തന്നെ കടയാൻ പൊളിക്കും. പൊളിക്കാൻ ഇങ്ങോട്ട് പാടാൻ പ്രാന്തുണ്ടെങ്കിൽ ചികിത്സിക്കാൻ പോ. എടാ, യാക്കിട്ടൊരു പണി കൊടുക്കടാ. പുള്ളിക്കേ ഒരു ചിന്ന വീട് സെറ്റപ്പ് ഉണ്ട്, ലീല ചേച്ചി. ഏത് രാമേട്ടന്റെ ഭാര്യയില്ലേ ചേച്ചിയാ? അതെന്നെ. നീ ആ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇന്നലെ രാത്രി 8 മണിക്ക് കിണറ്റിൻകരയിൽ വന്ന് വിളിച്ചിരുന്നിട്ട് 9:30 വീട്ടിൽ കയറി. വെളുപ്പിന് 3:30 പിന്നെ പുറത്ത് ചാടിയത്. അപ്പൊ ഷംസി നീ ചുമ്മാ ഒരു ടൈം പാസിന്. ആത്മാവിനും ഇല്ലടാ വികാരവും വിചാരവും ഒക്കെ. പുള്ളി പാൽസ്യായന മഹർഷിയുടെ ശിഷ്യനാണ്. ചേട്ടോ, ലീല ചേച്ചിക്ക് സുഖല്ലേ? ലീല ചേച്ചിക്ക് സുഖമാണെന്ന് ലീല ചേച്ചിയോട് ചോദിക്കണു. താൻ പോട് പ്രാന്ത. എടോ, ഇന്നലെ രാത്രി 8 മണിക്ക് ലീലേച്ചിയുടെ കിണറ്റിൻകരയില് രാമേട്ടൻ ഉറങ്ങിയപ്പോ 9:30 അകത്ത് കയറി. താനും ലീലേച്ചിയും കൂടി നടത്തിയ ലീലാവിലാസങ്ങൾ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പൊന്നു പോനെ.
ആ സുലഭ നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. അസുലഭ നിമിഷോ? അല്ല, ആ ദുർബല നിമിഷത്തിൽ മോനിത് എങ്ങനെ അറിഞ്ഞു? എന്റെ കൂടെ എന്റെ കൂട്ടുകാരന്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് എന്നോട് പറഞ്ഞു തന്നാ. ഞാൻ വിശ്വസിച്ചു. കാല് പിടിക്കാം, നാറ്റിക്കരുത്. ഇനി കടയുള്ളിടത്തോളം കാലം മോന് സർവത്ത് ഫ്രീ. ഓക്കെ, ഡീൽ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നും നിന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഷാനു. ഓ, നിന്റെ സഹായവും സ്നേഹവും ഒന്നും വേണ്ട. മാറിയ